ഇറങ്ങുള്ളൂ. ഒന്നും കൂടെ പറയാ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം. അല്ലാഹു പ്രത്യേകം സമ്മതം കൊടുത്തിറക്കുകയാണ്. അല്ലാഹുവിന്റെ സമ്മതം ഇല്ലാതെ ഇവിടെ ഒരു കാര്യം നടക്കണില്ല. പിന്നെ ഇവിടെ ഇതിന് റബ്ബി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അത് വല്ലാത്ത ഒരു കാര്യമാണ്. അത് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആലയുടെ പ്രത്യേകതയാണ്. അത് ഉമ്മത്ത് മുഹമ്മദിന്റെ ഫضലാണ്. ആരൊക്കെ കിട്ടിയതാ? ലോക ചരിത്രത്തിൽ ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് മിൻ ഖസായിസുൽ മുസ്തഫ. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ. ഒന്നും കൂടി ലാസ്റ്റ് ഒരൊറ്റ മിനിറ്റ് ഒന്നും പറഞ്ഞു തരാം. ലോക ചരിത്രത്തിൽ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഇറങ്ങുന്ന കോടാനക്കോടി മലക്കുകൾ അവർ പ്രത്യേക ലോകത്ത് നിർത്തിയിരിക്കുന്നു. അവരിറങ്ങി വരും. എന്നിട്ട് യുസല്ലിമൂന അലാ കുല്ലി ഖായിമിൻ വറാക്കിൻ വഖാരിൻ വലാകിരിൻ ഖാല റസൂലുള്ളാഹി. അവരിറങ്ങി വന്നിട്ട് എല്ലാവരും കൈ പിടിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറയും. അവരെ കൂട്ടത്തിൽ ആരുണ്ടാവും? മഹാനായ സയ്യിദുനാ ജിബ്രീൽ. ആരാണ് സയ്യിദുനാ ജിബ്രീൽ? സ്വഹീഹുൽ ബുഖാരി. ശക്തപ്രകാശത്തിന്റെ 600 ചിറകുകളുള്ള ആളാണ് സയ്യിദുനാ ജിബ്രീൽ. എത്ര ശക്തപ്രകാശത്തിന്റെ ശക്തപ്രകാശത്തിന്റെ 600 ചിറകുകളുള്ള ആളാണ് സയ്യിദുനാ ജിബ്രീൽ. അയാൾ എന്റെ അടുത്ത് വരും. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഈ മലക്കുകൾ വരും അലൈഹിമുസ്സലാത്തു വസ്സലാം. എന്നിട്ട് നിനക്ക് കൈ പിടിച്ച് സലാം പറയും. നീ ഖായിമോ റാക്കിയോ സാജിദോ ദാക്കിറോ ആണെങ്കിൽ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇതിനു വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ ഒന്ന് ഒരുങ്ങാൻ തയ്യാറുള്ളവർ ഒന്ന് എഴുതി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 27 അന്ന് മാത്രം ഒന്നും പോരാ, ഇങ്ങനെ ഇതുകൊണ്ടാണ് ഇദാകാന അശ്റുൽ അവാഖിരി യശുദ്ദു മിസറാഹു വയതസിലു നിസാഹു. ഇതാണ് അവസാനത്തെ പത്തായാൽ ഭാര്യമാരോട് ബന്ധപ്പെടാൻ പോലും റസൂലുള്ളാഹ് ഇല്ല. അതിനൊരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്തില്ല. അങ്ങോട്ട് ഒരുങ്ങും. മദീന പള്ളിയിൽ അങ്ങോട്ട് ഒരുങ്ങും. സയ്യിദുനാ മുഹമ്മദ്. ആരാ റസൂലുള്ളാഹ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സ്വർഗ്ഗം ഉറപ്പിച്ചു കൊടുത്ത ആളാണ് സയ്യിദുനാ മുഹമ്മദ് നബി. എങ്കിൽ ആ റസൂലുള്ളാഹ് പോലെ ഒരുങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്ഥാനം എന്താ? റസൂലുള്ളാഹ് നേരത്തെ അല്ലാഹു തആല സ്വർഗ്ഗം ഉറപ്പിച്ചു കൊടുത്ത ആളാണ്. ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. നിങ്ങൾക്ക് മടി വരുവോളം പരലോകത്ത് ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരും, നിങ്ങൾക്ക് തൃപ്തി വരുന്നത് വരെ തരുമെന്ന് അള്ളാഹു നേരത്തെ തന്നെ മക്ക ജീവിതകാലത്ത് അറിയിച്ചു കൊടുത്ത ആളാണ് സയ്യിദുനാ മുഹമ്മദുൻ. മനസ്സിലായില്ലേ? മക്ക ജീവിത കാലഘട്ടത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. ആ ഹബീബായ റസൂലുള്ളാഹി എന്തിനാ മദീന ജീവിത കാലഘട്ടത്തിൽ ഈ നേരം വെളുക്കുന്നത് വരെ ഭാര്യമാർ അനവധി ഉണ്ടായിട്ടും ഭാര്യമാരെ വരെ കാണാതെ കഷ്ടപ്പെടുന്നത്? കാരണം ഇത് പോയി കഴിഞ്ഞാൽ പോയി. ഇത് ഈ അവസാന 10 മെനക്കെട്ടാൽ കിട്ടും. അതാണ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതാണ് കഅബാലയത്തിന്റെ മുകളിൽ കൊടിനാട്ടുമെന്ന ഹദീസിൽ പറഞ്ഞത്. അതാണ് ലക്ഷക്കണക്കായ ശതലക്ഷക്കണക്കായ മലക്കുകൾ ഓരോ മുസ്ലിമിന്റെയും വലിയ പരിവാര സമേതം ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ സയ്യിദുനാ ജിബ്രീൽ. ഒറ്റക്ക് പോകാത്ത മലക്കാണ് സയ്യിദുനാ ജിബ്രീൽ. ഒറ്റക്ക് നടക്കാൻ പേടിയായിട്ടല്ല, പക്ഷെ പോവില്ല. രാജാവാണ് സയ്യിദുനാ ജിബ്രീൽ. രാജാവ് പരിവാര സമേതമാണ് പോകുക. സയ്യിദുനാ ജിബ്രീൽ ആയത്തൊക്കെ കൊണ്ടുവരുമ്പോൾ ഒപ്പം മലക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ആരെ കൂടെ? സയ്യിദുനാ ജിബ്രീൽ. ആ രാജാവാണ്. മാഫിസ്സമായി മലക്കുൻ ഇല്ലാ വഹുവ യുതീഉ ജിബ്രീൽ. ജിബ്രീലിന് വഴിപ്പെടാത്ത ഒരു മലക്ക് ആകാശത്തില്ല. ഖാല റസൂലുള്ളാഹി. അതായത് മലായികത്തിന്റെ നേതാവാണ് സയ്യിദുനാ ജിബ്രീൽ. ഇതിന് അനുപൂർവ അനുഭവമാണ്. ഈ മലക്കുകളും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അല്ലാഹുവിന്റെ അംബിയായിനോട് മാത്രം ബന്ധപ്പെടുന്ന മലക്കാണ് സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ ഇവിടെ 2 അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണില്ലേ?
ഒരു രഹസ്യം പറയാന് നല്ലപോലെ ചിന്തിക്കണം. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കാര്യം നടക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് എന്താണ്? സാധാരണ മലക്കുകളല്ലാത്തൊരു മലക്കുകൾ നമ്മളോട് ബന്ധപ്പെടുക. രണ്ട്, ആര് ബന്ധപ്പെടുക? ജിബ്രീൽ ഒരിക്കലും നബിമാരല്ലാത്ത ഒരാളോട് ബന്ധപ്പെടാറേ ഇല്ല. അവർ രണ്ടും അസാധാരണം ബിഇദ്നി റബ്ബിഹിം, റബ്ബിന്റെ കൽപ്പനയാൽ ഈ രാത്രി നടക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് ലൈലത്തുൽ ഖദ്ർ. ഞാൻ ഇനി വിശദീകരിക്കണില്ല, ഇനി പറഞ്ഞു നീട്ടുന്നില്ല, ചിന്തിക്കണം. ഒന്നും കൂടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിനൽ ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ഇതിൽ നിനക്ക് എത്ര കൂലിയാ? പരിധിയൊന്നും ഉണ്ടാവില്ല. അത് നിന്റെ പരിവനുസരിച്ചായിരിക്കും, നിന്റെ ആത്മാർത്ഥത അനുസരിച്ചായിരിക്കും. ഭാര്യയ്ക്കൊരു പക്ഷേ 1001 മാസത്തിന്റെ കൂലിയാകാം, ഭർത്താവിന് 10,000 മാസത്തിന്റെ കൂലിയാവാം, മൂത്ത മകന് ഒരുപക്ഷെ 1,00,000 മാസത്തിന്റെ കൂലിയാകാം. അതിന്റെ അപ്പുറത്ത് വേറൊരു മോളുണ്ട്, അവൾക്കൊരു പക്ഷേ 1,00,00,000 മാസത്തിന്റെ കൂലിയാവാം. അവന്റെ ഇഖ്ലാസ് അനുസരിച്ചാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾക്ക് കിട്ടാം, അടുത്ത ആൾക്ക് കിട്ടാതിരിക്കാം. കൂടെ കിടന്നുറങ്ങിയതാ 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും കൂടെയുണ്ടായിരുന്ന പെണ്ണിന്റെ കിട്ടിയില്ല, അള്ളാഹുവിന്റെ ഈമാൻ കിട്ടിയില്ല, അള്ളാന്റെ സ്വർഗം കിട്ടിയില്ല. ഒരാൾക്ക് കിട്ടിയാൽ അടുത്ത ആൾ കിട്ടിക്കൊള്ളുന്നില്ല. അവന്റെ പടച്ചോനെ പേടിയും ഇഖ്ലാസ് അനുസരിച്ച് കിട്ടും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഞാൻ പറഞ്ഞു തരണോ? ആ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളൊക്കെ കൈ പിടിക്കും ബഹുമാനപ്പെട്ട മലായിക്കത്ത്. 3 വിഭാഗത്തിന് കൈ പിടിക്കില്ല. പറയട്ടെ, നിങ്ങൾ ഉഷാറിലാണോ? ഞാനതൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും വല്ല നിങ്ങളെ ഈ ഉറങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങാത്തത്, നിങ്ങളിങ്ങനെ ഉറങ്ങണമെന്ന് എനിക്ക് തോന്നുക. പിന്നെ നിങ്ങളെ ഉറക്കം കാണാതിരിക്കാനാണ് ഞാൻ ഇടക്കിടക്ക് കണ്ടുകൂട്ടുന്നത്. അങ്ങനെയാണ്, നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ഇരുന്ന് ഉറങ്ങുകയെന്നാണ്. സത്യത്തിൽ ഉറക്കിന് ഏറ്റവും കൊതിയുള്ള ഒരാളാണ് ഞാൻ. ഒരാൾക്ക് കൊതിയുള്ള കാര്യം അയാളെ മുന്നിൽ വെച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് അയാൾക്ക് കൊടുക്കാറ്. എൻ്റെ മുന്നിൽ നിങ്ങൾ ഇരുന്നുറങ്ങിയാൽ തന്നെ കുരുത്തക്കേട് പറ്റുന്നതാണ്. ഉസ്താദിൽ മാത്രമാണ് മാറ്റിവെച്ചാൽ തന്നെ കുരുത്തക്കേട് പറ്റും. കാരണം ഒരാൾക്ക് നല്ല ഭക്ഷണത്തിന് കൊതി ഉണ്ടാകുമ്പോൾ അയാളെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അയാൾക്ക് കൊതി ഉണ്ടാകും. എനിക്ക് ഏറ്റവും കൊതിയുള്ള കാര്യം ഒന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്നൊന്നും അത്ര വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കട്ടെ. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളായതുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യം എടുത്ത് നിങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഉറങ്ങരുത്. ലൈലത്തുൽ ഖദ്റിൽ 2 കാര്യം പറഞ്ഞ് മുസാഫാത്ത് ചെയ്യും. കൈ പിടിച്ച് സലാം പറയും. അസ്സലാമു അലൈക്കും ആര് പറയും? മലക്കൾ കൈ പിടിച്ച് സലാം പറയും. അള്ളാഹു പെടുത്തട്ടെ. എടാ, ഒരാളിനോടൊരു സംഭവം, ഒരു കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒരു ഖാദിമിനോട് പറഞ്ഞു, അന്ത്രോത്ത് ദ്വീപിൽ നിന്ന് ഒരാൾ വാഴക്കാട്ടേക്ക് വന്നു, കണ്ണിയത്ത് ഉസ്താദിനോട് ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ല? ആന്ത്രോത്ത് ദ്വീപിൽ നിന്ന് ഒരാൾ വാഴക്കാട്ടേക്ക് വന്നു, കണ്ണിയത്തിനോടൊരു അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? തിരിച്ച് കണ്ണിയത്ത് അയാളോട് വഅലൈക്കും അസ്സലാം എന്ന് പറയും, അത് കിട്ടാൻ വേണ്ടി. എങ്കിൽ ഈ കണ്ണിയത്തടക്കം എല്ലാവരും കൊതിച്ചവരാണല്ലോ ആര്? ആ മലായിക്കത്ത് അല്ലേ? അതുറപ്പാണല്ലോ. ആ മലായിക്കത്ത് അസ്സലാമു അലൈക്കും എന്ന് പറയുമെങ്കിൽ അതിൻ്റെ ഫളിലത്രയായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യും. അതാണ് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. മലക്കുകൾ വന്ന് സലാം പറയും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. 3 വിഭാഗത്തിന് മലക്കുകൾ സലാം പറയുകയില്ല. പറഞ്ഞു തരട്ടെ. ആ 3 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തൗബ ചെയ്യാൻ തയ്യാറുള്ള രൂപത്തിലാണ് എല്ലാവരും എങ്കിൽ ഞാൻ പറയാം. അങ്ങനെ ആവുമല്ലോ അല്ലേ? 1, മദ്യപാനത്തിൽ നിന്ന് തൗബ ചെയ്യാത്തവർ, അവർക്ക് ലൈലത്തുൽ ഖദ്റിൽ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മലക്കൾ അവരെ കയ്യെ പിടിക്കൂല്ല. മദ്യപാനത്തിൽ നിന്ന് തൗബ ചെയ്യാത്തവർ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എപ്പോഴും കള്ളുടിക്കലും അതിൽപ്പെടും, എപ്പോഴെങ്കിലും കള്ളുടിക്കലും അതിൽപ്പെടും. അതായത് നല്ല കമ്പനി കൂടിയാൽ ഒരു പെഗ്ഗൊക്കെ, അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെ സ്ഥിരമായൊന്നും കുടിക്കൂല, 4 പല കമ്പനിയൊക്കെ ഉണ്ടായാൽ
ആ മസനഗുഡി ഭാഗത്തൊക്കെ അങ്ങനെ പോയാൽ അവിടെ മലപ്പുറം ജില്ലക്കാരെ മാത്രം കാത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അത് പറഞ്ഞു തരി പെരുന്നാൾക്ക് അങ്ങോട്ട് പോകണ്ട. കള്ളുകുടിക്കാർ രണ്ട് പാർട്ടിയാണ്. ഒന്ന് കുടിയിൽ അടിമപ്പെട്ടവർ, രണ്ട് സൗകര്യം കിട്ടിയ കുടിക്കുന്നവർ. ഈ രണ്ട് വിഭാഗത്തിലും വളരെ ചിന്തിക്കണം. ലൈലൻ മദ്യപാനത്തിൽ നിന്ന് തൗബ ചെയ്യാത്തവർക്ക് ഒരിക്കലും അല്ലാഹുവിന്റെ മലായികത്ത് അവന്റെ കൈ പിടിക്കുകയില്ല. അല്ലാഹു ഉറക്കെ പറ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് വളരെ ചിന്തിക്കണം. ഇത് തമാശയായി പറയല്ല. ഈ കൊല്ലത്തെ ഓണത്തിനാണ് മലബാറിൽ ഏറ്റവും കള്ള് കുറച്ച് വിറ്റിട്ടുള്ളത്. കാരണം മനസ്സിലായില്ല. കാരണം ഈ കൊല്ലത്തെ ഓണവും നോമ്പും ഒരേ സീസണിലാണ്. നിങ്ങൾ ചിന്തിക്കണം. കുന്നമംഗലത്തെ കള്ളുഷാപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കൽ സംസാരം മധ്യേ പറഞ്ഞ ഒരു വിവരം ഞാൻ പറയുകയാണ്. ഇനി എന്തൊക്കെയാണെങ്കിലും ആ പെരുന്നാൾ മാസം കണ്ട ആ രാത്രിയില്ല ആ ഒരൊറ്റ കുടിയുണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയും. പെരുന്നാൾ മാസം കണ്ട ആ ഒരൊറ്റ കുടി മതി നമുക്ക്. ആ ജാതിയ കുടിയാണ് പെരുന്നാൾ മാസം ഒന്നും പറയുന്നില്ല. മദ്യപാനം അധികരിക്കുക, മദ്യപാനികൾക്ക് ഉണ്ടാവില്ല. ബുദ്ധി പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതല്ല, ഇതൊക്കെ ഒഴിവാക്കിയായിട്ട് ജീവിക്കലാണോ എന്റെ മോഹം? എടാ, ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, അതിനപ്പുറം ലോകമുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതിനേക്കാളൊക്കെ വലിയ പലരും ഉണ്ടായിരുന്നു ഇവിടെ. നിങ്ങൾക്കൊക്കെ അവനൊക്കെ എവിടെ പോയി?